നമസ്കാരം. വാഴോട്ടുകോണം ബി.ജെ.പി കൗൺസിലർ ആർ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിന് ആകാശത്തേക്ക് വെടിവെച്ചതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഗത്യന്തരമില്ലാതെയാണ് എസ്.എച്ച്.ഒ വെടി ഉതിർത്തതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കമ്മീഷണർക്ക് കൈമാറും. അതേസമയം വെടിവയ്പ് സംഭവത്തിൽ പോലീസിനെതിരായ നിലപാടിലാണ് ബി.ജെ.പി. പോലീസ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ മേയർ വി രാജേഷ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഇന്ന് നേരിട്ട് കാണും. വട്ടിയൂർക്കാവ് എസ്.എച്ച്.ഒ വിപിനും എസ്.ഐ അഭിജിത്തും ചേർന്നാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമാണ് ബി.ജെ.പിയുടെ ആവശ്യം. ഇക്കാര്യം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടാനാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുക. അതേസമയം സുഗതന്റെ അറസ്റ്റിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും സജീവമാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ജനപ്രതിനിധിയെ കൗൺസിലർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ലെന്നാണ് CPM നിലപാട്. അതേസമയം സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് 15-ാം തീയതി തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CPM അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വട്ടിയൂർക്കാവ് എസ്.എച്ച്.ഒ വിപിൻ, എസ്.ഐ അഭിജിത്ത് എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് ബി.ജെ.പി നീക്കം. അതേസമയം വെടിവെപ്പ് നടത്തിയ പോലീസ് നടപടിയെ ആഭ്യന്തരമന്ത്രി കൂടിയ രമേശ് ചെന്നിത്തല അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. വട്ടിയൂർക്കാവ് MLA-യും ആരോഗ്യമന്ത്രിയുമായ കെ മുരളീധരൻ വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും പ്രതികരിച്ചു. വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി, ആവശ്യമില്ലാത്ത വെടിവെച്ചാണ് തന്റെ മണ്ഡലത്തിൽ ഉണ്ടായത്, പോലീസ് ആശങ്ക ഉണ്ടാക്കരുത് എന്നാണ് മുരളീധരൻ പറഞ്ഞത്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം MLA എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി, അനാവശ്യമായി ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല എന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ഉത്സവപ്പറമ്പിൽ പ്രശ്നമുണ്ടാക്കി ഒരാളെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഹൈക്കോടതിയിൽ സുഗതൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് വട്ടിയൂർക്കാവ് പോലീസ് നെട്ടയത്ത് ഇയാളുടെ വീട്ടിലെത്തിയത്. കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാൾ വീട്ടിലുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് അവിടെ എത്തിയത്. പോലീസ് എത്തിയതോടെ സുഗതന്റെ അനുയായികളും പരിസരത്തെത്തി. അനുയായികൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് ഇവരിൽ നിന്നും രക്ഷ നേടാൻ വട്ടിയൂർക്കാവ് SHO ആകാശത്തേക്ക് വെടിവെച്ചത്. സുഗതനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് ഇയാളെ മാറ്റിയത്. സുഗതൻ 10ഓളം കേസുകളിൽ പ്രതി കൂടിയാണ്. സുഗതനെതിരെ ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി കറുതൽ തടങ്കലിനും ഉത്തരവിട്ടിരുന്നു. എന്തായാലും വട്ടിയൂർക്കാവിൽ വാഴോട്ടുകോണം കൗൺസിലറാണ് ആർ സുഗതൻ. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സുഗതൻ ഒളിവിലായിരുന്നു, ഏകദേശം 2 മാസത്തോളം. ഒരു ജനപ്രതിനിധിയായ വ്യക്തി സ്വാഭാവികമായ ഉത്സവപ്പറമ്പിലുണ്ടായ സംഘർഷത്തിൽ നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. അവിടെ പ്രശ്നം പരിഹരിക്കാൻ പോയതാണ് ആർ സുഗതൻ എന്നുള്ളതാണ് സുഗതന്റെ ഭാഷ്യം. എന്നാൽ തനിക്ക് മേലെ കെട്ടിച്ചമച്ച കേസാണെന്ന് അദ്ദേഹം പറയുമ്പോഴും അവിടെ സംഘർഷമുണ്ടായി എന്നതാണ് സത്യം. അന്ന് തന്നെ വധശ്രമത്തിന് സുഗതനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസാണ് പിന്നീട് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും സുഗതന് ഒളിവിൽ പോകേണ്ടുന്ന സാഹചര്യവും വന്നത്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സുഗതനെ കാണാനുണ്ടായിരുന്നില്ല. എന്നാൽ സാമൂഹിക മാധ്യമത്തിലടക്കം സുഗതൻ ആക്റ്റീവായിരുന്നു. ഈ ഘട്ടത്തിലാണ് 7-ാം തീയതി സുഗതൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവുണ്ടായി. പക്ഷേ സുഗതൻ എത്തിയില്ല. ഇതിനെ തുടർന്നാണ് വീട്ടിൽ സുഗതൻ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നതും സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതും. ഈ ഘട്ടത്തിൽ സുഗതൻ ബഹളം വെച്ചെന്നും അനുയായികളെ കൂട്ടി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞുകൊണ്ടാണ് പോലീസ് ആകാശത്തേക്ക് വെടിയുതിർത്തത്. എന്നാൽ തന്നെ വീട്ടിലേക്ക് കടന്നു കയറി ആക്രമിച്ചുവെന്നും തന്നെ ഭാര്യ ഉപദ്രവിച്ചു എന്നുള്ളതാണ് സുഗതന്റെ മറുപടി.